ഭാരതത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി ജില്ല. ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് ഉയരുന്നത് ഭരണഘടനയുടെ പിൻബലത്തിലാണെന്നും അതുകൊണ്ടാണ് ഭരണഘടനയെ രാഷ്ട്രത്തിന്റെ നട്ടെല്ലെന്ന് വിളിക്കുന്നതെന്നും എറണാകുളം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പതാക ഉയർത്തിയ ശേഷം മന്ത്രി കെ രാജൻ വിവിധ പ്ലട്ടൂണുകളുടെ മാർച്ച് പാസ്റ്റിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിക്കുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. വിപുലമായ പരിപാടികളോടെയാണ് 75ാം റിപ്പബ്ലിക് ദിനം ജില്ല ആഘോഷമാക്കിയത്. രാവിലെ 8:30 മുതൽ കാക്കനാട് കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പരേഡിൽ പങ്കെടുത്ത പ്ലട്ടൂണുകൾ ബേസ് ലൈനിൽ അണിനിരന്നതിനു ശേഷം ജില്ലാ കളക്ടർ NS K ഉമേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ A അക്ബർ എന്നിവർ അഭിവാദ്യം ചെയ്തു. മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും പുലരുന്ന സഹിഷ്ണുതയും ബഹുസ്വരതയും വൈവിധ്യമാർന്ന പൈതൃകങ്ങളും ഉൾച്ചേർന്ന ജീവസും ചൈതന്യവും നിറഞ്ഞ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് അക്ഷീണം പ്രയത്നിക്കാമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ക്രമാനുഗതമായ മുന്നോട്ടുപോക്കിനിടയിൽ എപ്പോഴോ സംഭവിച്ച ഒരു ആകസ്മികതയല്ല റിപ്പബ്ലിക് ദിനം. സമ്പൂർണ്ണ സ്വരാജ് അഥവാ സ്വയംഭരണത്തിനു വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത ദാഹവും നമ്മുടെ പൂർവികർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളുടെ ബൃഹത്തായ നാൾവഴി പുസ്തകത്തിലെ രക്തമിച്ചു വീഴുന്ന ഒരേടാണ്. അതുകൊണ്ടാണ് ജനുവരി 26 ആഗസ്റ്റ് 15 പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി മാറുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആദ്യത്തെ നിയമസംഹിതയാണ് അതിന്റെ ഭരണഘടന. ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് ഉയരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലത്തിലാണ്. അതുകൊണ്ടാണ് ഭരണഘടനയെ രാഷ്ട്രത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന 4 അമൂല്യ തത്വങ്ങളെ കുറിച്ച് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം വീണ്ടും വീണ്ടും അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. രാജ്യത്തിന്റെ പരമാധികാരവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസവുമാണ് ആ 4 അമൂല്യ രത്നങ്ങൾ. കേവലം ഒരു ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും മാത്രം ഓർക്കേണ്ട ഒന്നല്ല ഇക്കാര്യം. നിരന്തരം പഠിക്കുകയും പഠിച്ചവ പുതുക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്വം. 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 3 ഗ്യാരണ്ടികളെങ്കിലുമാണ്. തുറന്ന മണ്ണിൽ അന്തസ്സും ആത്മാഭിമാനവുമുള്ള മനുഷ്യരായി ജീവിക്കുന്നതിനുള്ള ഗ്യാരണ്ടി, ഭരണഘടന അന്യോന്യം അഭംഗുരം സംരക്ഷിക്കപ്പെടും എന്ന ഗ്യാരണ്ടി, ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഗ്യാരണ്ടി. ഈ 3 ഗ്യാരണ്ടികളെങ്കിലും സംലഭ്യമാകുമ്പോഴാണ് ഇന്ത്യ എന്ന സമഗ്രത സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിന്റെ ഭാഗമായി മന്ത്രിയും വിശിഷ്ട വ്യക്തികളും സിവിൽ സ്റ്റേഷൻ വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. പരിപാടിയിൽ തോപ്പുംപടി OLC GHS, ഫോർട്ട് കൊച്ചി ഫാത്തിമ GHS എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാനം ആലപിക്കുകയും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള എറണാകുളം മൾട്ടിപർപ്പസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. പരേഡ് കമാൻഡന്റ് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ PR സുരേഷിന്റെ നേതൃത്വത്തിലാണ് പരേഡ് നടന്നത്. സായുധ നിരായുധ വിഭാഗങ്ങളിലായി 25 പ്ലട്ടൂണുകളും 2 ബാൻഡുകളുമാണ് പരേഡിൽ അണിനിരന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, സിറ്റി പോലീസ് കമ്മീഷണർ A അക്ബർ, ജില്ലാ കളക്ടർ NS K ഉമേഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിത റഹീം, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ഷാജഹാൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ ഉഷ ബിന്ദുമോൾ, B അനിൽകുമാർ, ഹുസൂർ ശിരസ്തദാർ അനിൽകുമാർ മേനോൻ, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,